ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ വചനഭാഗം റോമ 8-ാം അധ്യായം 9-ാം വാക്യം. ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവുള്ള വ്യക്തികൾക്ക് മാത്രമേ ജഡത്തിൻ്റെ അഭിലാഷങ്ങളെ വേണ്ടെന്ന് വെക്കുന്നതിനും ആത്മീയതയിൽ ജീവിക്കുന്നതിനും സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം കുറയുമ്പോഴാണ് ജഡികമായ പ്രവർത്തനങ്ങൾക്ക് പിന്നാലെ നാം പോകുന്നത്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ക്രിസ്തുവിനുള്ളവരായി ആത്മീയതയിൽ ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനായി ദൈവത്തിൻ്റെ ആത്മാവ് ഓരോ മക്കളിലും വസിക്കുന്നതിനെ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ നല്ലവനായ ദൈവമേ, അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളിലേക്ക് വർഷിക്കണമേ. പരിശുദ്ധമേ, ദൈവമാതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ.